എന്താ ഈ ഡാൻസ് ചെയ്യാൻ അറിയാതെ സിനിമയിൽ കയറിയിട്ട് ഒരു കാര്യമില്ല. ലവ് സീൻസിനൊക്കെ ഡാൻസ് മസ്റ്റാ. അത് പറഞ്ഞപ്പോഴാ പവിത്ര പറഞ്ഞ ഡാൻസ് പഠിപ്പിച്ചരാന്ന്. നീ എപ്പോഴാ ഡാൻസ് ഒക്കെ പഠിച്ചേ? ഇന്നലെ ഒരു 6:45 7 ഇടയ്ക്ക്. അത് കലക്കി പവി. പവിയോ? പാറു, ഞങ്ങള് നല്ല മാച്ചിങ് അല്ലേ? ആനന്ദേട്ടാ സൂപ്പർ സ്റ്റാർ ആവുമ്പോ എന്നെ മറക്കരുത് കേട്ടോ. മറക്കാനോ? ഞാൻ എന്റെ എല്ലാ ഇന്റർവ്യൂലും കുട്ടീനെ കുറിച്ച് പറയും. എന്താ പറയാ? എന്റെ ആദ്യത്തെ പ്രണയ ജോഡി പവിത്ര ആയിരുന്നു. ചേച്ചി ഒരു ചായ ഉണ്ടാക്കിത്താ പ്ലീസ്. നിനക്കുണ്ടാക്കിയാൽ എന്താ? അതിനെനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല. ഇന്നലെ 6:45 7 മണിയുടെയും നടുക്ക് മോൾക്ക് അതും കൂടി പഠിക്കായിരുന്നില്ലേ? പാറു, ഒരു ചായ ഉണ്ടാക്ക്. കൂട്ടത്തിൽ എനിക്ക് ലവ് സീൻ പഠിക്കുന്നതിന്റെ ഒപ്പം സൂപ്പർ സ്റ്റാർ ചായ ഉണ്ടാക്കാൻ പഠിക്കുന്നത് നന്നായിരിക്കും. ചേട്ടാ എന്താ ചിരിക്കുന്നേ? അല്ല, നിങ്ങൾ രണ്ടാളും എന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചപ്പോ എന്തൊരു സന്തോഷം. നമുക്ക് ഡാൻസ് കണ്ടിന്യൂ. എന്ത് ചിഞ്ചു ഇത്? ആകെ ഒരു മാറ്റം. ഇന്നെന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടോ? എവിടെയെങ്കിലും തലയടിച്ച് വീണ് കാണും. എന്നാലും ഇത്ര പെട്ടെന്ന് ഒരാൾ മാറും. വിനീതേ, ഇന്നലത്തെ അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്തോ? ചെയ്തല്ലോ. ഇതത് തന്നെ. വല്ല ഷോക്കും കിട്ടിയപ്പോ ബോധം തെളിഞ്ഞ് കാണും. വിനീത് എന്താ ആലോചിക്കുന്നേ? ഏയ്, ഞാൻ താളവട്ട സിനിമയിലെ മോഹൻലാലിനെ കുറിച്ച് ആലോചിച്ചതാ. അല്ല ചിഞ്ചു, സാധാരണ പോലെ അല്ലല്ലോ, അധികമൊന്നും സംസാരിക്കുന്നില്ല. എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയില്ല, ഒക്കെ വിനീന്ന് തോന്നുന്നതാ. ഇനി ഞാനാണോ എവിടെയെങ്കിലും തലയടിച്ചു വീണത്? നമ്മുടെ വിനീതിനെ ശമ്പളം ഒന്ന് കൂട്ടിക്കൊടുക്കണം. എന്തിനാ? ചിഞ്ചുവിനെ സഹിക്കുന്നതിന്. മതിയടാ, നിർത്ത്. ഒന്നുമില്ലെങ്കിൽ അവർ രണ്ടാളും നന്നായി കോഫി ഷോപ്പ് നോക്കുന്നുണ്ട്. നീ അല്ലായിരുന്നു. ഇന്ന് ചിഞ്ചു വന്നില്ലേ? വന്നിട്ടില്ലെന്നോ? ഗുഡ് മോർണിംഗ് റോയ്ച്ച. ഗുഡ് മോർണിംഗ് ടോണി. എന്ത് പറ്റി ചിഞ്ചു? ആളാകെ മാറിയല്ലോ. കൊള്ളാല്ലേ? നന്നായിട്ടുണ്ടല്ലേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്തോ ചിഞ്ചു, ആളാകെ മാറിയല്ലോ. ഒന്നുമില്ല. ഇച്ചിരി അടക്കോതുക്കൊക്കെ വന്നിട്ടുണ്ടല്ലോ. നല്ലതാ. ഈ ചിഞ്ചുവാണ് പഴയ ചിഞ്ചുവിനെക്കാട്ടും നല്ലത്. അല്ലേടാ ടോണി? റോയിച്ചൻ എന്തിനാ ഇടയ്ക്കിടെ എന്നോട് ചോദിക്കുന്നേ? ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. ടോണിക്ക് എഫ്എംഇ പോണ്ടേ? എന്റെ പ്രോഗ്രാം ഇല്ല, എന്നാലും കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. ടോണിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട, വേണം. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ഈ സ്നേഹത്തിന് മാത്രം ഒരു മാറ്റവും ഇല്ല. ഇതേ ഒരു മാറ്റം ഇല്ലാതെ ചില ആളുകളുണ്ട് ഇവിടെ. ടോണി, നീ ഏതായാലും കുറച്ചു നേരം ഇവിടെ ഉണ്ടാവില്ലേ? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, യങ് ഓൺടർപ്രണേഴ്സ് മീറ്റ്. ഞാൻ ഇറങ്ങുവാ. ചിഞ്ചിനോട് പറഞ്ഞേക്ക്. ഞാൻ നോക്കിയിട്ട് ചിഞ്ചു ഇങ്ങനെ മാറാൻ ഒറ്റ കാരണമേ ഉള്ളൂ. എന്താ അത്? അത് എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ടോണി, വെള്ളം കുടിക്കി. വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണല്ലോ. ആനന്ദേട്ടാ, ഈ കോഴിക്കോട് നല്ല വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ശരിയാണോ? ആണോന്നോ? നമ്മള് കോഴിക്കോട് റെയിൽ ഫേമസ് അല്ലേ? നീ ഒന്ന് വന്നോക്ക്. ഞാൻ ബാംഗ്ലൂർ പോണ വഴി അതിലൂടെ വന്നിട്ടുണ്ടെന്നല്ലാതെ അവിടേക്ക് ഇതുവരെ വന്നിട്ടില്ല. അതിനെന്താ, നമുക്കൊരുമിച്ച് പോവാന്ന്. എന്റെ വീട്ടിൽ കുറച്ചു ദിവസം നിന്നിട്ട് അവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളെല്ലാം തിന്നിട്ട് അതൊക്കെ ഉണ്ടാക്കാനും പഠിച്ചിട്ട് തിരിച്ചു പോന്നാ മതി. എനിക്ക് സമ്മതം. പക്ഷെ ആനന്ദേട്ടനും വേണം, അല്ലെങ്കിൽ എനിക്ക് ബോറടിക്കും. പിന്നെ ഞാൻ വരാതിരിക്കോ? ഞാനൊരു കോഴിക്കോട്ടുകാരനെ കല്യാണം കഴിച്ചാലോന്ന് ആലോചിക്കുക. അതെന്താ? ആനന്ദേട്ടനെ പരിചയപ്പെട്ടപ്പോ മുതലായി എനിക്ക് ആഗ്രഹം.
പക്ഷേ ചേച്ചിയുടെ കല്യാണം നടക്കാതെ എന്റെ നടക്കില്ലല്ലോ. വരട്ടെ, നമുക്ക് ആലോചിക്കാം. പക്ഷെ ആനന്ദേട്ടനെ പോലെ ഒരു ചെക്കനെ തന്നെ എനിക്ക് വേണം. ആനന്ദേ, നിനക്ക് എങ്ങോട്ടും പോവാനില്ലേ? ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്നാ നമുക്കൊന്ന് കറങ്ങി വരാം. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാല്ലേ? ഞാൻ റെഡി. നിന്നോട് ഇന്നലെ റോയ്ച്ചൻ കോഫി ഷോപ്പിലേക്ക് ടിഷ്യൂ പേപ്പർ വാങ്ങാൻ പറഞ്ഞില്ലേ? അത് പവിത്രയുടെ കൂടെ പോകുമ്പോ വാങ്ങിച്ചാ പോരെ? അല്ല, നിനക്കിന്ന് ഓഫീസിൽ പോണ്ടേ? ഇല്ല, ഞാനിന്ന് ഓഫീസിൽ പോയാൽ ശരിയാവില്ല. അതെന്താ? അതല്ല, എനിക്കൊരു ചെറിയ തലവേദന. എനിക്കും ഉണ്ട് ഇന്നലെ തൊട്ടൊരു തലവേദന. അയ്യോ, ആനന്ദേട്ടൻ മരുന്ന് വല്ലതും കഴിച്ചോ? എന്റെ ഗുളിക ഇരിപ്പുണ്ട്. അത് കുഴപ്പമില്ല. ഗുളിക ഒന്ന് കഴിച്ചോളൂ ആനന്ദേട്ടാ, ഞാനല്ലേ പറയുന്നേ. വാ, എന്റെ കൂടെ വാ, എന്റെ ബാഗിലുണ്ട്. ഇതും ഇന്റർവ്യൂലൊക്കെ പറയണോ കേട്ടോ. പവിത്ര ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും ഇന്റർവ്യൂവിൽ പവിത്രനെ കുറിച്ച് മാത്രമേ എനിക്ക് പറയാണ്ടാവുള്ളൂ എന്നാ തോന്നുന്നേ. അവസാനം നമ്മൾ രണ്ടുപേരും തമ്മിൽ ഗോസിപ്പും ഉണ്ടാവും. ആനന്ദേട്ടനോ ഞാനും ആയിട്ടുള്ള ഗോസിപ്പ് അല്ലേ, സാരമില്ല. വാ പോവാ. ആ, അത്- ഉം.